പ്രശസ്ത സംഗീത സംവിധായകൻ ഗോപി സുന്ദർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തെ സ്മരിക്കാൻ ഒരുപക്ഷെ ഈ പാട്ടുകാരനെ കൊണ്ട് അദ്ദേഹത്തിന് ഈ കാലത്തിൻ്റെ വെല്ലുവിളികളൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. ഓലഞ്ഞാലി കുരുവിയൊക്കെ പാടിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാരൻ പാടുന്നു, പാട്ടിന് ചെറുപ്പം കിട്ടിയതുപോലെ. താങ്കൾക്ക് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി അനുഭവപ്പെട്ടത്? എന്താ പറയാ, ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പം ആക്ച്വലി ഇന്നലെ ന്യൂസ് അറിഞ്ഞത്. ഒരുപാട് വിഷമത്തിലാണ് ഞങ്ങൾ ഒരുപാട് പേര്. ചേട്ടന്റെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളാണ് ഒരുപാട് പേര്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചേട്ടന്റെ വോയിസ് ഒരിക്കലും തളരുന്നില്ല എന്നുള്ളതാണ്. അത് ഇപ്പോഴും നമുക്ക് മനസ്സിൽ ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാലും ആ വോയിസ് അതുപോലെ തന്നെ യങ്ങായിട്ട് തന്നെ ഇരിക്കും. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഓലഞ്ഞാലിക്കുരുവി പാടാൻ വരുമ്പം അത്രയും നാള് ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ പാട്ട് ഞാനാണ് ട്രാക്ക് പാടിയിരുന്നത്. അതിനുശേഷം ചേട്ടൻ വന്നിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അക്ഷരസ്ഫുടതയും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പം ശരിക്കൊരു ആ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റിലോട്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ശരിക്കും കണ്ണിറഞ്ഞു പോയി അദ്ദേഹം ആ ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ ഉച്ചാരണ ശുദ്ധിയോടുകൂടി അത് പാടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്നും പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന് വലിയൊരു ഇൻസ്പിറേഷനാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒരു എന്താ പറയുക, അവരവർ ചെയ്യുന്ന കമ്പോസിഷൻസ് ചേട്ടൻ പാടിക്കഴിയുമ്പം നമുക്ക് ആസ് എ കമ്പോസർ വി ഫീൽ പ്രൗഡ് അബൌട്ട് അവർ കമ്പോസിഷൻ. ആ ഒരു തലത്തിലോട്ട് അദ്ദേഹം എപ്പോഴും ഏതൊരു ഗാനത്തിനെയും അദ്ദേഹത്തിൻ്റെതായ ഒരു ഗാനമായിട്ട് മാറ്റി അതിന് ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഓ മൈ ഗോഡ് ഇതിന് ഇത്രയും ഭാവം ഉണ്ടായിരുന്നോ എന്ന് നമ്മളെ എല്ലാ കമ്പോസറും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആലാപന ശൈലി. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അത് തീരാ നഷ്ടം തന്നെയാണ്. എങ്കിലും നമ്മളുടെ എല്ലാവരും മനസ്സിൽ ഒരിക്കലും അദ്ദേഹം വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകളോട് എന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോപി സുന്ദർ, പ്രശസ്ത സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ജേട്ടനെ അനുസ്മരിക്കുകയായിരുന്നു. OKR മണികണ്ഠൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുകയാണ്, ഗുരുവായൂരപ്പന് വേണ്ടി ഏറ്റവും മനോഹരമായി പാടിയ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അവിടുത്തെ കണ്ഠമാണൻ, അവിടുത്തെ ശംഖമാണൻ കണ്ഠം. എസ് രമേശ് നായരുടെ അത് അതിമനോഹരമായ ഒരു രചനയാണത്. അപ്പോൾ ഇത് ഒരു അപൂർവമായി അദ്ദേഹം പാടിയ ഒരു പാട്ടാണ്. ജയിക്കാനാവാത്ത കനഗംഭീര ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം.